ബാബാമാരുടെയൊക്കെ സ്വഭാവമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി, ഇതുവരെ വിശേഷമൊന്നും ആയില്ലേ. ശിവന്റെ കുട്ടിക്ക് മാത്രമേ ഞങ്ങളെ എന്തെങ്കിലും രക്ഷിക്കാൻ പറ്റുള്ളൂ. ശിവൻ എന്നാ കുട്ടി ഉണ്ടാവുക. പാർവതി വെള്ളം കോരുമ്പോഴും പൂ പറിക്കാൻ പോകുമ്പോഴൊക്കെ ദേവന്മാര് നോക്കത്രേ, വല്ല ലക്ഷണോ കാണുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസം ചെല്ലുന്തോറും താരകന്റെ ഉപദ്രവം ഒരു ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഗുരുവായൂരപ്പനും ബ്രഹ്മാവും എല്ലാവരും കൂടെ ചേർന്ന് മഹാദേവന്റെ കാൽക്കൽ വീണു. ഭഗവാൻ, ഇനിയും താമസിച്ചാൽ ഞങ്ങളുടെ കാര്യം കട്ട പുകയാണ്, ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങയുടെ മകന് മാത്രമേ താരകനെ വധിക്കാൻ സാധിക്കുള്ളൂ. താരകൻ പോയാൽ സിംഹമുഖൻ പൊക്കോളും, ശൂരപത്മൻ പൊക്കോളും. അതതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. പക്ഷെ താരകനെ കൊല്ലണം. അപ്പോഴാണ് മഹാദേവൻ തന്റെ 6 മുഖങ്ങളിൽ നിന്ന് 6 ജ്യോതിസുകളെ ഇങ്ങോട്ട് സ്വാംശീകരിച്ചു എന്നാണ്. ഭഗവാന്റെ 6 മുഖങ്ങൾ ഏതൊക്കെയാണ്? 5 മുഖങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാ? ന മ ശി വാ യ. നിങ്ങൾ ആ നമശിവായ എന്ന മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾ ഭഗവാന്റെ ഓരോ മുഖത്തെയുമാണ് എടുത്തു പറയുന്നത്. ഇതിൽ ഭഗവാന്റെ 1-ാമത്തെ മുഖം ഈശാനൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2-ാമത്തെ രൂപം തൽപുരുഷൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. 3-ാമത്തെ രൂപം അഘോരൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ കുംഭമേളയൊക്കെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അഘോരൻ ആരാന്ന്. 4-ാമത്തെ രൂപം വാമദേവൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. 5-ാമത്തേത് സത്യോജാതൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരെണ്ണം ബാക്കിയുണ്ട്, 6-ാമത്തെ മുഖം. പാർവതി ദേവിക്ക് പോലും അമൂല്യമായിട്ട് മാത്രം കാണുന്ന മുഖം, ആ മുഖത്തിന്റെ പേര് പ്രണവം, ഓംകാരം. നമശിവായുടെ കൂടെ അപ്പുറത്ത് എന്തുകൂടി ഉണ്ട്? ഓം എന്ന ശബ്ദം. ആ 6 മുഖങ്ങളിൽ നിന്ന് 6 ജ്യോതിസുകളെ ഭഗവാൻ ഉണ്ടാക്കിയതാണ്. ആ 6 ജ്യോതിസുകളെ ഗംഗയ്ക്ക് കൊടുത്തു ഭഗവാൻ, ഗർഭത്തിൽ താങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഭഗവാൻ ഇങ്ങനെ ഒരു മുരുകനെ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ പാർവതിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഭഗവാൻ പാർവതി ദേവിയിൽ ജനിച്ച കുട്ടിയല്ല ആര്? മുരുകൻ. ഇങ്ങനെയാണെങ്കിൽ ഭഗവാൻ ആദ്യം ചെയ്തുകൂടായിരുന്നില്ലേ? ആ ക്വസ്റ്റ്യൻ ഇല്ലേ നമുക്ക് ദേവന്മാർക്കും ചോദിച്ചൂടെ? ഭഗവാനെ, ഇതിനാണെങ്കിൽ ആ പാവം കാമദേവനെ കത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അവിടെ പ്രപഞ്ചത്തിന്റെ ചാക്രികത. ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് നമ്മളെ പോലെ ഷോർട്ട് കട്ട് നോക്കുന്ന ആളല്ല. ഭഗവാൻ ഗാർഹസ്ഥ്യത്തിലെ ഭഗവാൻ കുട്ടി ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഗാർഹസ്ഥ്യത്തിലെ ഭഗവാൻ അച്ഛനാവുള്ളൂ. അതല്ലാത്ത ഏർപ്പാട് ഭഗവാനില്ല. എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ അച്ഛനായിട്ട് ഞാനുണ്ട്, അമ്മയായിട്ട് വേറൊരാൾ ഉണ്ടാവണം. അങ്ങനെ ആ 6 സ്ഫുലിംഗങ്ങളെ എടുത്ത് ഗംഗയ്ക്ക് കൊടുത്തു എന്നാണ്. ഗംഗ കുറച്ച് നാള് അതിനെ ഗർഭത്തിൽ സ്വീകരിച്ചു. പക്ഷെ ആ ഭഗവാന്റെ ചൈതന്യം നോക്കൂ. ഞാൻ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന് ഏട്ടൻ, ഒന്ന് അനിയൻ. ഏട്ടൻ ആരാ? ഗണപതി ഭഗവാൻ. അനിയൻ മുരുകൻ. ഈ ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ അതില് ഞങ്ങൾ പാലക്കാട് തമിഴ് ഭാഷയിലൊക്കെ അമ്മാച്ചെല്ലം എന്ന് പറയും, അമ്മയുടെ കുട്ടി. അതിൽ ശിവനില്ല. അമ്മ തന്റെ ദേഹത്തെ കളഭക്കൂട്ടുകൾ കൊണ്ട്, സിന്ദൂരക്കൂട്ടുകൾ കൊണ്ട് സൃഷ്ടിച്ച ആളാണ് ഗണപതി. മഹാദേവന്റെ അംശം 0, അമ്മയുടെ അംശം 100. മുരുകനോ? അമ്മയുടെ അംശം 0, ഭഗവാന്റെ അംശം 100. 2 പേരുടെ സ്വഭാവം അവര് വന്ന സോഴ്സ് പോലെയാ. ഗണപതി ഭഗവാന്റെ സ്വഭാവം അങ്ങന്റെ അമ്മ